കുറച്ച് നാളത്തേക്ക് കൂടി ഞാനൊന്ന് ക്ഷമിക്ക. പ്രദീപിന്റെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മാറാം. ഇവിടുന്ന് പോണമെന്നോ അമ്മയും സഹോദരങ്ങളെ ഉപേക്ഷിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. എന്റെ അച്ഛൻ വന്നിട്ട് ഒന്ന് വീട്ടിൽ പോകാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടല്ലേ. തനിക്കിപ്പോ വീട്ടിൽ പോയി അമ്മ ഒന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അമ്മയുടെ സമ്മതം മേടിച്ചോളാം. അമ്മയാ അവിടെ വന്ന് പതുങ്ങി നിൽക്കായിരുന്നു. അമ്മയോ? ഏതായാലും നാളെ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞേക്ക്. ഇങ്ങനെ ഫ്രീ ഷോ കാണുന്ന വളരെ മോശമാ. ഒരു തറ ടിക്കറ്റ് എങ്കിലും എടുക്കണമെന്ന്. തനിക്ക് നല്ല ഡയലോഗൊക്കെ പറയാൻ അറിയാലോ. ജനല കുറ്റിയിട്ടുണ്ടോ? വേണേ പോയി നോക്ക്. എന്താടി നീ വയറ്റിൽ കൊള്ളാത്ത വല്ലതും കഴിച്ചോ? ഇല്ല. പിന്നെന്താ, വയറ്റിലുണ്ടോ? ഓ, കല്യാണം കഴിഞ്ഞ് 3 മാസം തികഞ്ഞില്ല, അതിനു മുൻപ് തുടങ്ങി ഛർദിലും കൊരവേ. നാട്ടുകാര് കളിയാക്കി ചിരിച്ചാലേ നാണക്കേട് എന്റെ മോനാ. മതി മതി നിന്ന് ചിണുങ്ങിയത്, വേഗം അരച്ചെടുക്കാൻ നോക്ക്. എന്താ സ്വപ്നം കണ്ടിരിക്കാ? ഇരിക്ക. ഇന്നത്തെ ചിരിക്കൊരു പ്രത്യേകത കാണുന്നുണ്ടല്ലോ. എല്ലാം ഞാൻ അറിഞ്ഞു. എന്റെ സന്തോഷം തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ? കുറച്ച് ജിലേബി നേരായ മാർഗത്തിലൂടെ കൊണ്ടുവന്ന തനിക്ക് കിട്ടില്ല. അമ്മയും പ്രസന്നയും മേടിച്ചെടുക്കും. ഭഗവാനേ, ഗുരുവായൂരപ്പ. വന്ന് കേറിയില്ല, അതിനു മുൻപേ അവക്ക് പെറ്റിടാനല്ലേ ധൃതി. നീ ആ കുടുംബാസൂത്രണ കേന്ദ്രത്തിലെങ്ങാനും കൊണ്ട് അതങ്ങ് അലസിപ്പിച്ച് കളഞ്ഞേക്ക്. വീട് പുതുക്കിപ്പണിയണം. പ്രദീപിന്റെയും പ്രസന്നയുടെയും കല്യാണം നടത്തണം. പ്രസാദന്റെ ജോലിക്കാര്യത്തിന് വേണ്ടി കുറച്ച് കാശ് കൊടുക്കണം. ഇത്രയും ഉത്തരവാദിത്വം നിനക്കുള്ളപ്പോ അവളൊരു കുഞ്ഞിനെ പെറ്റിട്ടാൽ എങ്ങനെ വളർത്താനാ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വിദ്യയോട് അമ്മ പറഞ്ഞത് സൂചിപ്പിച്ചു. അവളൊട്ടും സമ്മതിക്കുന്നില്ല. അവളല്ലേലും അതിന് സമ്മതിക്കത്തില്ല. ഉടനെ ഒരു കുട്ടിയുണ്ടായാലേ സ്ത്രീധന ബാക്കി തരാതെ കഴിച്ചു കൂട്ടാവല്ലോ. അവളും വീട്ടുകാരും കൂടെ ഉള്ള ഒരു ഒത്തുകളിയാടായത്. അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. തരാനുള്ളത് തന്നില്ലെങ്കിലേ മോള് വീട്ടിലിരിക്കും. എന്നാലും വിദ്യയെ വിഷമിപ്പിച്ചോണ്ട്. എടാ, നിനക്കൊരു കുട്ടി വേണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നീയാ, അവളല്ല. ഇതുവരെ അമ്മ പറഞ്ഞതല്ല ഞാൻ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം അമ്മേനെ നിർബന്ധിക്കരുത്. അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോഴേക്കും നീ ആളങ്ങ് മാറിയല്ലോടാ. ഈ അലവലാദികളുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ച എന്നെ പറഞ്ഞാ മതി. അമ്മ പറയുന്ന ഒക്കെ ശരിയാ. എനിക്കിപ്പോ തോന്നുന്നു കല്യാണമേ വേണ്ടായിരുന്നു.